സദഖയേക്കാൾ അഫ്ളലായിട്ടുള്ളത് പ്രാർത്ഥനയാണ്. സദഖയേക്കാൾ ചില ആളുകൾ സദഖ ധാരാളം കൊടുക്കും, ചാക്ക് കണക്കിന് പരിവർത്തനം. പക്ഷെ ദുആ ചെയ്തോ പ്രാർത്ഥിച്ചോ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായ നിസ്കാരങ്ങളിൽ ദുആ ചെയ്യുന്നുണ്ടോ, ചിലപ്പോൾ ആദ്യത്തെ 1-2 ദിവസം ഉണ്ടാവും, പിന്നെ മറന്നുപോകും. ദുആ ആണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ മാതൽ ഇൻസാനു ഖതഅ അൻഹു അമലു, ഒരു മനുഷ്യൻ മരിച്ചാൽ അയാളുടെ പ്രവർത്തനങ്ങളെല്ലാം അതോടുകൂടി മുറിയുന്നതാണ്, അവസാനിക്കുന്നതാണ്. ഇല്ല മിൻ സലാസ്, 3 കാര്യങ്ങൾ ഒഴികെ. ആ 3 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സദഖത്തിൻ ജാരിയ, ഒന്നാമത്തേത് നിലനിൽക്കുന്ന സദഖയാണ്. ഒരാൾ ഒരു കിണർ കുഴിച്ചു കൊടുത്തിട്ടുണ്ട്, അത് നിലനിൽക്കുന്ന സദഖയാണ്. മസ്ജിദിലേക്ക് ഒരു മുസ്ഹഫ് വഖഫ് ചെയ്തിട്ടുണ്ട്, അത് ഒരു ജാരിയായ സദഖയാണ്, നിലനിൽക്കുന്ന സദഖയാണ്. അതല്ലെങ്കിൽ ഒരു കനാൽ വെള്ളം ആളുകൾക്ക് അതിനുള്ള സ്ഥലം വിട്ടു കൊടുത്തിട്ടുണ്ട്, അതല്ലെങ്കിൽ ഒരു വഴി ഒഴിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ സദഖയാണ്. ഒരാളുടെ വീട്ടിലേക്ക് പോകാൻ നിന്റെ സ്ഥലത്ത് നിന്ന് കുറച്ച് സ്ഥലം ഒഴിച്ചു കൊടുത്താൽ അയാൾക്ക് സൗകര്യമാവും. സദഖ ജാരിയയാണത്, നിലനിൽക്കുന്ന പ്രതിഫലമുള്ള കാര്യമാണ്. അതല്ലെങ്കിൽ ഒരു മസ്ജിദ് പണിതിട്ടുണ്ട്, അതല്ലെങ്കിൽ ദീൻ പഠിക്കുന്ന അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അതല്ലെങ്കിൽ ദീൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഇതൊക്കെ നിലനിൽക്കുന്ന സദഖയാണ്. ഔ ഇൽമിൻ യുൻതഫഉ ബിഹി, അതല്ലെങ്കിൽ അവൻ വിട്ടേച്ചു പോയ ഉപകാരപ്രദമായ വിജ്ഞാനമാണ്, വളരെ മഹത്തരമായ പ്രവർത്തനമാണത്. മൂന്നാമത്തേത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു, അവനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനമാണ്. നോക്കണം, നിങ്ങൾ മക്കളെ സാലിഹീങ്ങളായി വളർത്തണം എന്നതിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഈ ഹദീസ് വായിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വലദിൻ യദ്ഉ ലഹു എന്നല്ല, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മകൻ എന്നല്ല, ഔ വലദിൻ സാലിഹിൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനം. മക്കളെ സാലിഹീങ്ങളാക്കിയാൽ അവരുടെ പ്രാർത്ഥന കൊണ്ടാണ് ഉപകാരമുള്ളത്. വലദിൻ സാലിഹിൻ യദ്ഉ ലഹു, അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹായ സന്താനം. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔ വലദിൻ സാലിഹിൻ, നല്ല ഒരു സന്താനം സദഖ നൽകിയാൽ എന്ന് പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? പ്രാർത്ഥിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞത് പ്രാർത്ഥനയെക്കുറിച്ചാണ്. അപ്പോൾ പ്രാർത്ഥനയാണ് സദഖ നൽകുന്നതിനേക്കാൾ അഫ്ളലായിട്ടുള്ളത്. പക്ഷേ സുബ്ഹാനല്ലാഹ്, നമ്മുടെ നാട്ടിൽ പൊതുവെ കാണപ്പെടുന്ന തെറ്റായ പ്രവണതകളിൽ ഒന്നാണ്, മാപ്പിയമ്മ മരിച്ചു കഴിഞ്ഞാൽ അവരെക്കുറിച്ച് പറയുമ്പോൾ അവരെക്കുറിച്ച് പറയുന്ന സന്ദർഭത്തിൽ പോലും പ്രാർത്ഥിക്കുക, അല്ലാതെ തന്നെ പ്രാർത്ഥിക്കണം. നിസ്കാരത്തിലും മറ്റു സന്ദർഭങ്ങളും ദുആ ചെയ്യണം. വാപ്പാന്റെ ഓർമ്മകൾ പറയുമ്പോൾ, ഉമ്മാന്റെ ഓർമ്മകൾ പറയുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല. വാപ്പ ഉമ്മ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കട്ടെ എന്ന് പറയാനുള്ള സന്ദർഭമാണത്. അറബികൾ പൊതുവെ എന്ത് പറയും? ഗഫറല്ലാഹു ലഹു, റഹിമഹുല്ലാഹ്, റഹ്മത്തുല്ലാഹി അലൈഹി. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിന്റെ ഉപ്പാനെ കുറിച്ചും ഉമ്മാനെ കുറിച്ചൊക്കെ പറയുമ്പോൾ, അല്ലെങ്കിൽ മരിച്ചുപോയ നിന്റെ ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ മുഅ്മിനീങ്ങളായ ആരെക്കുറിച്ച് ആകട്ടെ അവരെക്കുറിച്ച് സംസാരിക്കും, അള്ളാഹുവിന് പുറത്തു കൊടുക്കട്ടെ എന്ന് നീ അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. മാത്രമല്ല പണ്ഡിതന്മാർ പറഞ്ഞു, നിങ്ങൾ മരിച്ചുപോയവർക്ക് വേണ്ടി ധാരാളമായി ദുആ ചെയ്യുക. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ ബാക്കി വെക്കുന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന നന്മകൾ, അതിന് സമാനമായ നന്മ അള്ളാഹു ഇവിടെ ബാക്കി വെക്കും. നിങ്ങൾ മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്താൽ, നിങ്ങൾ മരിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന കുറച്ച് ആളുകളൂടെ ഉണ്ടാവും. അപ്പോൾ ഇത് നാം മറന്നുപോകുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. നിസ്കാരത്തിൽ പ്രാർത്ഥിക്കണം, പ്രത്യേകമായുള്ള പ്രാർത്ഥനകളിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളുടെ സ്വഭാവമായി പറഞ്ഞത് എന്താണ്? അവർ വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ. അല്ലാഹുവേ, ഞങ്ങൾക്ക് മുൻപ് ഈമാൻ സ്വീകരിച്ചു പോയ മുഅ്മിനീങ്ങളായ ആളുകൾ, അവർക്ക് അല്ലാഹു നീ പുറത്തു കൊടുക്കണമേ. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾക്ക് ഒരൊറ്റ സെക്കൻഡിൽ കോടിക്കണക്കിന് പ്രതിഫലം കിട്ടാൻ കാരണമാകുന്ന നന്മയാണിത്. ഒറ്റ സെക്കൻഡാണ് ഇതിനു വേണ്ടത്. റബ്ബന ഇഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ. നമുക്ക് മുൻപ് ഈമാൻ സ്വീകരിച്ച എത്ര ആളുകളുണ്ട്? ആദം നബി മുതൽ ഇത്രയും കാലം എത്ര ആളുകൾ ഈമാൻ സ്വീകരിച്ചവരുണ്ട്? അവർക്ക് വേണ്ടിയെല്ലാം ഒരു നിമിഷം കൊണ്ട് നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞിരിക്കുന്നു. എത്രയെത്ര കോടിക്കണക്കിന് പ്രതിഫലം നിനക്ക് നൽകപ്പെടാൻ കാരണമാകുന്ന നന്മയാണിത്. അതുകൊണ്ട് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി, മരിച്ചുപോയ ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നത് ഏറ്റവും